ഹായ് ഗൈസ്, എന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇവിടെ സൗദി അറേബ്യയില്. അപ്പൊ ഓഫായിട്ട് നല്ല ഉറക്കായിരുന്നു. ഒരു 12:45 ഇപ്പൊ സമയം 1 മണി. നല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ്. അപ്പൊ ചെറിയ രീതിയിൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പോണു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയണെങ്കിൽ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ തുടങ്ങാണ് കേട്ടാ. ഓക്കെ, ഹായ്. എപ്പോഴേ നമ്മള് എന്താ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ വിത്ത് ഗീ റൈസ് ആൻഡ് പരിപ്പ് കറി, അതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പരിപ്പ് കറിക്ക് പരിപ്പുണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ട വരും. നമ്മളെ വീഡിയോ ലാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒന്നും ലാഗായിട്ട് സംസാരിക്കാൻ തോന്നുന്നില്ല കേട്ടോ. പരിപ്പ് കറിക്കുള്ള പരിപ്പ് ഇവിടെ ഇല്ല, പണിപാളി ഗൈസ്. അപ്പൊ ഒന്ന് പരിപ്പ് കറി ഇല്ല ഗൈസ്. അങ്ങനെ നമ്മളെ പരിപ്പ് കിട്ടി. ഇത്ര പരിപ്പ് വെച്ചിട്ട് നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കണേ. ഞാനൊരാളുള്ളൂ, അപ്പൊ എനിക്കിത് മതി. പക്ഷെ ഇത് ഷോക്കായി പോയി എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് സാധനം സെറ്റാക്കാം. ആദ്യം നമ്മള് ചിക്കൻ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോ തന്നെ വെച്ചാണ് സാധനം. അപ്പൊ ഇനി ഇത് മാരിനേറ്റ് ചെയ്യണം, കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം, പരിപ്പ് കറി ഉണ്ടാക്കണം, നെയ്ച്ചോറ് ഉണ്ടാക്കണം. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. ഇതൊക്കെ ഇന്നത്തെ വീഡിയോ നിന്ന് നമ്മൾ ലാഗില്ല. നമ്മുടെ സംസാരം മാത്രം ലാഗില്ലാത്തുള്ളൂ കേട്ടോ, വീഡിയോ ലാഗുന്നുണ്ട്. എന്തായാലും ലാഗില്ലാത്തൊരു വീഡിയോ ഉണ്ടാക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാം. അപ്പോ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മളേ ഫസ്റ്റ് നമുക്ക് അരി കഴുകുന്നതിലും നല്ലത് നമ്മൾക്ക് മാരിനേഷൻ ഉണ്ടാക്കാം. മാരിനേഷൻ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി, അതായത് ഈ മുളക് പൊടി നമ്മളേ ഈ കാശ്മീരി ചില്ലാണ് എപ്പോഴും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബെറ്റർ ആയിരിക്കും. കാശ്മീരി ചില്ലാണ് ഇടുമ്പോ ഒരു കോൺഫിഡൻസ്. കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി, പിന്നെന്താ ഗരം മസാല നമുക്ക് ഉണ്ടാക്കാം. ഇത് വെച്ച് നമുക്ക് ഗരം മസാല ഉണ്ടാക്കാം. ഒക്കെ സിമ്പിൾ പരിപാടിയാണ്. പിന്നെ സോൾട്ട്, അത്രേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ ലൈം നമ്മളെ ഫ്രിഡ്ജിലുണ്ടോ നോക്കിയും. ലൈം എവിടെ ആയിരിക്കും? ലൈമുണ്ട്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും സെറ്റാണ്. അപ്പോ നമുക്ക് മാരിനേഷൻ ഉണ്ടാക്കാം. എങ്ങനെയാണ് മാരിനേഷൻ ഉണ്ടാക്കാന്നുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം. ഇതൊക്കെ സിമ്പിൾ പരിപാടി കേട്ടോ. ഇതൊന്നും ഒന്നുമില്ല. ഫ്രൈ ചെയ്യാനുള്ള മാരിനേഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. എന്തായാലും ഇത് എന്റെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള മാരിനേഷൻ ആണ്. അപ്പൊ അത് ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റിന്റെ വ്യത്യാസം എങ്ങനെ മനസ്സിലാവും. ഓക്കെ, നമ്മള് ചിക്കൻ കറി, അതായത് മീറ്റ് ഐറ്റംസിൽ എല്ലാത്തിലും ഒരു അനിവാര്യ ഘടകമാണ് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിന്റെ കവറ് അല്ല, ഈ ബോട്ടിൽ പഴയതാണ്. ഇതിൽ ഉള്ളത് നമ്മള് ഇവിടെ വീട്ടിലുണ്ടാക്കിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഞ്ചറും ഗാർലിക്കും പിന്നെ കുറച്ച് സൺഫ്ലവറും കൂടിയിട്ട് മിക്സിയിൽ മിക്സ് ചെയ്തിട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 6 മാസത്തോളം ഈ കുപ്പി കടകൊണ്ടിരിക്കും. ഉള്ളിലത്തെ സാധനം 2-3 മാസമൊക്കെ ഇരിക്കുള്ളൂ, മാക്സിമം ഒരു 3 മാസം. ഓക്കെ, അപ്പോ ഇതൊരു മെയിൻ ഘടകമാണ് നമ്മള് ഈ ചിക്കൻ കറിയിൽ. അപ്പൊ ഈ സാധനങ്ങൾ മാത്രം മതി നമുക്ക് ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഞാനിപ്പോ കാണിച്ചുതരാം. ഓക്കെ, നമ്മളെ ലെമൺ എടുത്തിട്ട് ഫ്രിഡ്ജിൽ എടുത്തിട്ട് സ്ക്യൂസ് ചെയ്യാം. ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് വേണം പിഴിയാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം ഇതിൽ നീര് വരില്ല. അപ്പൊ നമുക്കൊന്ന് സ്ക്യൂസ് ചെയ്തതിന് ശേഷം മാരിനേഷൻ ഉണ്ടാക്കും. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ചിക്കൻ, എനിക്ക് ആവശ്യമുള്ള ചിക്കന്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഇന്നും നാളേക്കൊക്കെ ഉള്ള മാരിനേഷനുള്ള പീസ് ആയത്. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കും, നാളെ എടുത്ത് ഫ്രൈ ചെയ്താൽ പോരെ, ഇന്നും ഫ്രൈ ചെയ്യും. അപ്പൊ ഇതിലത്തെ ബാക്കി വരുന്ന പീസ് നമ്മള് ഒരു നല്ലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും ഫ്രീസറിലേക്ക് വെക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതെടുത്തിട്ട് നേരെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് വേണം നമ്മൾ എടുത്തേക്ക്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മീനാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഒരു അതേപോലത്തെ ഫ്രഷ് ഫീല് കിട്ടണമെങ്കിൽ, അതായത് വാങ്ങിച്ച പോലത്തെ ഫ്രഷ് ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മള് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് വേണം ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മാരിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, ചെറിയ സ്പൂൺ ഉണ്ടാകും, 1 സ്പൂണ് നമ്മളുടെ കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി. 1 സ്പൂണോടെ മഞ്ഞപ്പൊടി കുറച്ച് എടുത്താൽ മതി. 1/2 സ്പൂണിന്റെ പകുതി മതി, 1/4 സ്പൂൺ മതി. മഞ്ഞപ്പൊടിയൊക്കെ അത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ അറിഞ്ഞും പറഞ്ഞ കളറായിരിക്കും. നമ്മളെ കുരുമുളക് പൊടി ഇടാൻ മറന്നുപോയി. നമ്മൾ ഇതുപോലെ തന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇടുക.
അതിനുശേഷം നമ്മള് സോൾട്ട്, ഇത് കണക്കൊന്നും ഇല്ല കേട്ടോ, എല്ലാം ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഇതൊക്കെ നമ്മളൊരു കൈ കണക്കാണ്. സ്പൂൺ ഇടുക. പിന്നെ അതിനുശേഷം പിന്നെ ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുക. അപ്പൊ ഇത്രയുള്ള നമ്മളെ മാരിനേഷന്റെ പരിപാടി. ഈ സാധനം മാരിനേറ്റ് ചെയ്തിട്ട് ഇത് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഗ്ലൗ ഇല്ലാതെ നമ്മൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കാം. സ്പൂൺ വെച്ചിട്ട് ഇളക്കിയിട്ട് ശരിയാവണില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഗ്ലൗസ് ഇല്ല, നമ്മൾ കൈ ഒന്നും കൈയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് സെറ്റാക്കി വെക്കാം. ഒരു 15 മിനിറ്റ് വരെ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള, എനിക്ക് വേണം മുളക് പൊടി കുറച്ച് കുറവായിട്ടുണ്ട്, അപ്പൊ നമുക്ക് കുറച്ചുകൂടി മുളക് പൊടി ഇടാം. ഒരു സ്പൂൺ കൂടി ഞാൻ മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഒരു 10-15 മിനിറ്റ് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ചിക്കൻ, എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ക്ലീൻ ചെയ്ത് ഫുള്ളായിട്ട് സെറ്റാക്കി. ഇനിയിപ്പോ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് റൈസ്. അരി നമുക്ക് വെള്ളത്തിലിട്ട് സെറ്റാക്കി. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ അരിയാണ്, കുറച്ച് ബാക്കിയുണ്ട്, ഒരു ഗ്ലാസ് ഇല്ല. അപ്പൊ ഇന്നലെ വാങ്ങിച്ച ഒരു പുതിയ റൈസും ഇതിനും എടുത്തിട്ട് ഒരു ഗ്ലാസ് അരി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു ഗ്ലാസ് അരി എന്ന് പറയുകയാണെങ്കിൽ 2 പേര് കഴിക്കും. ഒരു ഗ്ലാസ് അരി വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഗ്ലാസ് പറഞ്ഞാൽ എങ്ങനത്തെ ഗ്ലാസ് ഇല്ല, ഏകദേശം ഈ ഒരു ഗ്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേർക്ക് ഭക്ഷണം കഴിക്കും. ഇതില് ജീരകശാല റൈസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഇതിലാണ് ഞാൻ ബിരിയാണി, മന്തി, എല്ലാ സാധനങ്ങളും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റൈസാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇതിലാണ് ഉണ്ടാക്കാൻ പോണത്. ഇനിയിപ്പോ ഒരു ഗ്ലാസ് അരി എടുത്തു, അതായത് ഒരു ഗ്ലാസ് അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേര് കഴിക്കാം. സുഖമായിട്ട് 2 പേര് കഴിക്കാൻ പറ്റുന്നതാണ് ഒരു ഗ്ലാസ് അരി. അപ്പൊ അത് കഴുകി സെറ്റാക്കി നമുക്കിനി അടുത്ത പരിപാടിക്ക് തുടങ്ങാം. നിങ്ങൾ വിചാരിക്കേണ്ടത് എന്തുട്ട് തേങ്ങ വരിട്ടത്, ഇത് എളുപ്പമുള്ള പരിപാടിയില്ലാട്ടാ. വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, പിന്നെ വീഡിയോ എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ കുക്ക് ചെയ്യണം, സാധനങ്ങൾ സെറ്റ് ആക്കണം. എളുപ്പമുള്ള പരിപാടിയല്ല, ആരെങ്കിലും ഒരാളെ ഹെൽപ്പിന് വേണം. ഇതിപ്പോ നമ്മളിങ്ങനെ തട്ടിക്കൂട്ടിയിടുന്നത്, അപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് പ്രസന്റ് ചെയ്യാന്നോ അതോ എങ്ങനെ എന്താണ് പറയാന്നോ, നമ്മളെ മെയിൻ 2 കാര്യം. ഒന്നാമത്തെ കാര്യം വീഡിയോ കറക്റ്റ് ഫോക്കസ് ആയിട്ട് വീഡിയോ എടുക്കണ്ടോ നോക്കണം. അതിന്റെ ഒപ്പം തന്നെ നമ്മളിടുന്ന ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആണോ, ഈ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ, ഡബിൾ എന്താ പറയാ മൾട്ടി ടാസ്ക് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ വിചാരിക്കണ്ടാവും ഇത് എന്തൊട്ട് വീഡിയോ ഇടണേ പ്രാന്ത്, ഇപ്പം ഡയലോഗ് അടിക്കാനൊക്കെ ഉഷാറാണ്, പക്ഷെ വീഡിയോയിലൊന്നും കാണാനില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊക്കെ റെഡിയാക്കും നമ്മള്. ഇതേ എളുപ്പമല്ലട്ടാ, എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇപ്പൊ എന്താവോ ഇപ്പൊ ചിക്കൻ മാരിനേറ്റ് വെച്ചിട്ടുണ്ട്, റൈസ് ഒക്കെ കഴിക്കാൻ സെറ്റ് ആക്കട്ടെ. ഇപ്പൊ തന്നെ സമയം ഒരുപാട് സമയമായി. ഇനിയിപ്പോ ഏത് നേരത്താണ് അത് കഴിയുക. നമുക്ക് അടുത്ത പരിപാടിക്ക് തുടങ്ങാം. അരി കഴുകിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് കഴുകിയിട്ട് ഒന്ന് സെറ്റാക്കി വെക്കാം. ശരിക്കും പറഞ്ഞൊരു അരമണിക്കൂറെങ്കിലും മിനിമം വെള്ളത്തിലിട്ട് വെക്കണം. അരി വെള്ളത്തിലിട്ട് വെച്ചെങ്കിൽ എത്ര നേരം അധികം വെള്ളത്തിൽ അരി ഇട്ട് വെക്കാൻ പറ്റുമോ അത്രയും നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, റൈസ് കുറച്ചും കൂടി നീളം വെക്കുകയും ചെയ്യും. അങ്ങനെയാണ് എന്റെ ഒരു അറിവ്. അപ്പൊ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. പിന്നെ റൈസ് കഴുകി സെറ്റാക്കാം. നമ്മളെ അരി കഴിയുമ്പോൾ വല്ലാണ്ട് അഭ്യാസം കാണിക്കാൻ പാടില്ല. ഒരു 3-4 വട്ടം മാക്സിമം കഴിക്കാൻ മതി. ഈ ജീരകശാല അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള അരിയാണ്. അപ്പൊ അത് മാക്സിമം ഒരു 3-4 തവണ. പിന്നെ കൈ വന്നിട്ട് തിരുമ്പിരുന്ന് കഴുകാൻ പാടില്ല, അരി പൊട്ടിപ്പോവും. അപ്പൊ നമ്മളിങ്ങനെ അരിയൊക്കെ കഴുകിയതിന് ശേഷം കുറച്ച് പുറത്തു പോയല്ലോ, എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ തന്നെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് കഴുകിയതിന് ശേഷം കുറച്ചുകൂടി വെള്ളം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടി വെക്കിയത്, അതായത് സോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനിയാണ് മോനെ കഥകള്, ഇനിയാണ് പരിപാടി തുടങ്ങാൻ പോണെ. ഈ കഴുകി വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് ഇത്രയും വെള്ളം ഒഴിക്കുക. അതായത് ഈ കുറച്ചുള്ള നമ്മളിങ്ങനെ പരിപ്പിട്ട്, അപ്പൊ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളത് കാരണം വളരെ കുറച്ചുള്ളൂ. അപ്പൊ ആ പരിപ്പിലേക്ക് ഇത്രയ്ക്കും വെള്ളം ഒഴിച്ചിട്ട്, ഇതിപ്പോ ഒരു സവാള കട്ട് ചെയ്താണ്, എന്റെ പകുതി സവാള മാത്രം ഇട്ടാൽ മതി. പകുതി ഇരിക്കുന്ന നെയ്ച്ചോറിക്കട ഉള്ളതാണ്. പിന്നെ പച്ചമുളക് കുറച്ച് നീളത്തിലെറിഞ്ഞ പച്ചമുളക്, അത് 2 പിന്നെ നമ്മളെ മെയിൻ സാധനം കറിവേപ്പില. എനിക്ക് കറിവേപ്പില ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ കുക്കിങ്ങിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം കറിവേപ്പില. പിന്നെ അതുമാതിരി തന്നെ ജീരകശാല അരിയില്ലേ, അങ്ങനെ എനിക്ക് ചില സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, എന്താണെന്നറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ചെറിയൊരു പോട്ടുണ്ട്. ഈ സാധനം നമ്മൾ ഈ മറ്റേ കറിയൊക്കെ കാച്ചാൻ ഉപയോഗിക്കുന്ന ഈ പാത്രമില്ല, ഈ സാധനമില്ലേ ചട്ടി ചെറുത്, ഇതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്താണെന്നറിയില്ല, പ്രത്യേക പ്രണയം ഇതിനോടൊക്കെ എന്തായിട്ട്. പിന്നെ മഞ്ഞപ്പൊടി എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കേസാണ്. മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മള് ടോക്സിസിറ്റി, അതായത് മീറ്റിലെ ടോക്സിസിറ്റി കുറയ്ക്കാനും കളറിനും വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് മഞ്ഞപ്പൊടി. അല്ലാണ്ട് വേറെ വലിയ ഗുണങ്ങളൊന്നും ഇല്ല ഇതില്. അപ്പൊ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ ഇല്ല,
ഒരു കുറച്ച് മഞ്ഞപ്പൊടി, അല്ലെങ്കിൽ ഫുൾ കുറച്ച് കുറഞ്ഞു പോയി, കുറച്ചും കൂടെ, അല്ലെങ്കിൽ ഫുള്ള് എന്താ പറയാ മഞ്ഞ കളറാവും. കറി ആകെ മഞ്ഞ കളറാവും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളെ കയ്യിൽ മഞ്ഞ കളറാവും. ആ കളറൊന്നും പോവില്ല. അപ്പൊ ഇത് ഇത്ര ഉള്ളു. നമ്മളെ പരിപ്പ് വളരെ കുറച്ചുള്ളൂ. പരിപ്പ് ഉണ്ടായിരുന്നില്ല, നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടില്ലേ, പരിപ്പ് വളരെ കുറവായിരുന്നു. അപ്പോ നമ്മൾ ഇനി ഇതില് കുറച്ച് ഉപ്പൊക്കെ നമുക്കൊരു പരിചയത്തിന്റെ പുറത്തൊരു കുറച്ചങ്ങോട്ട് ഇടാണ്. അല്ലാണ്ട് ഒരു കണക്കൊന്നുമില്ല. ഒരു 2 സ്പൂണൊക്കെ ഇട്ടോ. ഓക്കെ, ഓടണ്ട പണിയാവും. ഇനി നമുക്കിത് സാധനം അടച്ചു വെച്ചിട്ട് 2 വിസില, 3 വിസില, 4 വിസില, നിങ്ങൾ കുക്കറിന്റെ കപ്പാസിറ്റി അനുസരിച്ച്. എൻ്റെ ഒരു 3-4 അടിക്കേണ്ടി വരും, ചില സമയത്ത് ഒരു 5-6 അടിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെ അടിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മളൊരു കാര്യം മറന്നു, കറിവേപ്പില ഇടാൻ മറന്നു. കറിവേപ്പില ഇടുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് അയ്യോണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് വേണം കറിവേപ്പില എന്ത് കറിയിൽ നമ്മൾ ഇടുമ്പോൾ ഇടാൻ. അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒരു പ്രത്യേക സ്മെല്ല് ഉണ്ടാവും. അപ്പോ അങ്ങനെ നെക്സ്റ്റ് ടൈം നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഈ മൂടി വെച്ചിട്ട് വിസിലിട്ടിട്ട് ഒരു 3-4 വിസിലടിച്ച് വേവിക്കാം. ഓക്കെ, ഇതിന്റെ ഇടയിൽ നമുക്കൊരു റീഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് ചെറിയൊരു റീഫ്രഷിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കിയല്ലോ. വിസിലടിക്കണ്ടേ, 2ാമത് വിസിലടിച്ചിട്ടാ പരിപ്പ്. നമുക്കൊരു റീഫ്രഷിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ കാണിച്ചു തരാം. സിമ്പിൾ സാധനം, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. നമ്മുടെ ഫ്രിഡ്ജിലേ വൻ ഷോക്കാണ്, സാധനങ്ങളൊന്നും കാര്യമായിട്ടില്ല. കുറച്ച് മുന്തിരി ഇരിക്കുമ്പോൾ നമുക്ക് കഴിയും, ഫ്രഷ് ആയിട്ട് അടിക്കും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രിങ്ക് ടാങ്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം. ടാങ്കിന്റെ മാംഗോ ഉണ്ട്, മാംഗോ 4, 5. ഈ സാധനമാണ് ഞാൻ പറയുന്ന സാധനം. ഇതെനിക്ക് ഈ മാംഗോ ഫ്ലേവർ ഉണ്ടല്ലോ, അടിപൊളി സാധനം ഉണ്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇതില് ഷുഗർ കണ്ടന്റ് ഉണ്ട്. ഷുഗർ ഭയങ്കര പ്രശ്നമാണ് ഇതില്. ഞാനേ ഈ ടാങ്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ഇതിന്റെ മാംഗോ ഫ്ലേവർ ഒരു അസാധ്യ ടേസ്റ്റ് ആണ്. അസാധ്യ ഒരു ഫീലാണ് കഴിക്കുമ്പോ തന്നെ, കുടിക്കുമ്പോ തന്നെ. ഇതിൽ ചെറുതായിട്ട് ഷുഗർ കണ്ടന്റ് ഉണ്ട്, എന്നാലും വലിയ സീനൊന്നും ഇല്ല. അത് ഭയങ്കര റീഫ്രഷ്മെന്റ് ആണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ സംഭവത്തിന്റെ മെഷർ എങ്ങനെ, ഇതിന്റെ അളവ് എങ്ങനെയാ വരുന്നത് വെച്ചാല് 8 സ്പൂണാണ് 1 ലിറ്റർ വെള്ളത്തില് മിക്സ് ചെയ്യേണ്ടത്. എന്നാലും ഇതിന്റെ കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളും നമുക്ക് കിട്ടുള്ളൂ. നമുക്കിപ്പോ 8 സ്പൂണിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആകെ 1 സ്പൂണിൽ മാത്രം ഒരു ഗ്ലാസ്സിൽ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് 2 സ്പൂണോ 1.5 സ്പൂൺ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാം. 1 സ്പൂണ് കുറച്ചും കൂടെ എടുക്കല്ലേ, 1.5 സ്പൂൺ എടുക്കാം. 1 സ്പൂൺ എടുക്കാം. നല്ല തണുത്ത വെള്ളം ഇതിലിങ്ങനെ ഒഴിക്കുക. തണുത്ത വെള്ളം ഒഴിച്ചിട്ട് സംഭവം നമ്മള് ഇട്ടത് 1.5 സ്പൂണ് പോരാ, അതിന്റെ കളർ കുറച്ചും കൂടി ഡാർക്ക് ആവാൻ വേണ്ടി. അപ്പൊ ആ സ്പൂൺ തന്നെ നമ്മൾ അതിലെടുത്തിട്ടുണ്ടെങ്കിൽ, ഈ സ്പൂണ് തന്നെ ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ ഇത് കട്ട പിടിച്ച് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് വേറെ സ്പൂൺ എടുത്തിട്ട് ഒരു സ്പൂണും കൂടി അതില് ചേർത്ത് സെറ്റാക്കി. ഇപ്പൊ സാധനം റെഡി. പിന്നെ ഇളക്കുക. വേറൊരു സാധനം ചേർക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം ഇതിന്റെ അടുത്തു കൂടെ പോലും പോകാൻ പാടില്ല, മനസ്സിലായോ. ഈ സാധനം മിക്സ് ചെയ്യുക. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മള് ഈ കുറച്ച് അടിപൊളി ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയാ, മുന്തിരില്ലേ. കുറെ കാലം ഞാൻ മുന്തിരി കഴിച്ചിട്ട്. ഞാനിപ്പോ ഫാമിലി ഒന്നും ഇല്ലാത്ത കാരണം ഇപ്പൊ മുന്തിരി വാങ്ങിക്കാറില്ല. അപ്പൊ മുന്തിരി കണ്ടപ്പോ കുറച്ച് വാങ്ങിച്ചു. മുന്തിരി നമുക്ക് അടിപൊളിയായിട്ട് കഴുകിയെടുക്കാം. നമ്മള് ഇതിലിട്ടിട്ട് എങ്ങനെ കഴുകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുന്തിരി ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതിപ്പോ എന്തൊരു മുന്തിരി കഴുകാനിപ്പോ ആർക്കും അറിയില്ല, എല്ലാവർക്കും അറിയില്ലേ. പക്ഷെ വേറെ സംഭവം ഉണ്ട്. മുന്തിരി ടോക്സിസിറ്റി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിലത്തെ വിഷാംശങ്ങളൊക്കെ ഒരുവിധം പോവാൻ വേണ്ടിയിട്ട് സിമ്പിൾ പരിപാടി കാണിച്ചാൽ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഇങ്ങനെ തുറന്നിടാം. അതിനുശേഷം നമ്മൾ ഉപ്പുണ്ടല്ലോ, പൊടിയുപ്പ് ഈ സാധനം എടുത്തിട്ട് ഇതിന്റെ മേലെ കൂടെ ഇങ്ങനെ ഇടാം. ഓക്കെ, കുറച്ചധികം കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം കൈ കൊണ്ടുവരും നമ്മൾ ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ആക്കുമ്പോൾ അതുപോലത്തെ ടോക്സിസിറ്റി അടങ്ങിയ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, മുൻ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ പോവും എന്നാണ് എനിക്ക് കിട്ടിയുള്ള അറിവ്. ഒരു 3-4 വട്ടം അല്ലെങ്കിൽ മാക്സിമം ഒരു 5 വട്ടമെങ്കിലും ഇങ്ങനെ നന്നായിട്ട് റിൻസ് ചെയ്തിട്ട് ഇങ്ങനെ കളയാനുണ്ടോ. ഒരടി പോയി എടുക്കണ്ട. അപ്പൊ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നന്നായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടോ ഇതിമലത്തെ മറ്റേ ഒരു പാട പോലത്തെ സംഭവങ്ങളും എല്ലാ സാധനം പോയി നല്ല ക്ലീൻ ആവും. അങ്ങനെയാണ് നമ്മള് ഗ്രേപ്പ് കഴുകുക. നമ്മളെ റീഫ്രഷ്മെന്റ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ, അത് കുടിച്ചോട്ടെ. എന്റെ മോനെ ഒരു രക്ഷയില്ല.
ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഈ നല്ല ചൂടത്ത് ഒരു 50 ഡിഗ്രി ചൂടുണ്ടാവും ഇവിടെ സൗദി അറേബ്യയിൽ പുറത്തോട് നല്ല ഹ്യൂമിഡിറ്റി. ഞാൻ വേർക്കണേക്ക് ഇവിടെ ഏസിട്ടിട്ട് ഇപ്പോഴും ഞാൻ വേർന്നോണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ ഈ സാധനം കുടിച്ച് എങ്ങനെ കണ്ടില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല വെയിലത്ത് വന്ന് കയറുന്ന സമയത്ത് ടാങ്ക് മാംഗോ ഫ്ലേവർ ഇതുമാതിരി കലക്കിയിട്ട് തണുത്ത വെള്ളത്തിൽ കലക്കിയിട്ട് കുടിച്ചു നോക്കും. ഗംഭീര എന്താ പറയാ, വേറൊരു ലോകത്തെത്തും. നിങ്ങള് ട്രൈ ചെയ്ത് നോക്കെ എല്ലാരും. ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ തക്കോലം, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാത്തിനും കൂട്ടിയുള്ള മിക്സ് ഉണ്ടല്ലോ മസാല, ആ സാധനം ഫുള്ളായിട്ട് ഇതിലേക്ക് ഇടാം. ഒരു പൊട്ടിയുടെ സൗണ്ട് കിട്ടില്ലേ? അപ്പൊ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച ഒരു പകുതി സവാളയുടെ പകുതി, കറിവേപ്പില ഇപ്പിടണ്ട, അരി തിളയ്ക്കുന്ന സമയത്ത് ഇട്ടാൽ മതി, അല്ലെങ്കിൽ സ്മെല്ല് ഉണ്ടാവില്ല. ഇതിടുക. ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് വാടൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടായാൽ മതി. അപ്പൊ തന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് അരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ ഒരു 4 ഗ്ലാസ് 3 ഗ്ലാസ് 2 ഗ്ലാസ്സിന് മേലെ അരി എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുക്കുക. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ. 1 ഗ്ലാസോ 2 ഗ്ലാസോ അരി നമ്മൾ ചോറ് വയ്ക്കാൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ മിനിമം ഒരു 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വേണം എടുക്കാൻ. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും, ചോറ് ഡ്രൈ ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ, അപ്പോൾ 2 ഗ്ലാസ് വെള്ളം. ഞാൻ 2 ഗ്ലാസ് വെള്ളം അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഗ്ലാസ് വെള്ളം. ഞാൻ 3 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 3 ഗ്ലാസ് മുതൽ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ എടുത്താൽ മതി. ഇപ്പൊ ക്ലിയർ അല്ലേ? അങ്ങനെയാണ് പരിപാടി. റെഡി. അപ്പോ 1 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് വെള്ളം. അപ്പൊ നമ്മളെ പരിപാടി തെറ്റേ. ഇനി ഇതില് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ചെറുനാരങ്ങ, ഒരു ചെറിയ പീസ് നേരത്തെ ബാക്കി ഉണ്ടായിരുന്നല്ലോ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതിൽ, അത് വേണമെങ്കിൽ തൈര് ഇങ്ങനെ കൊല്ലില്ലാണ് ജസ്റ്റ് ഒന്ന് പിഴിയാം. ഓക്കെ. പിന്നെ ഈ നെയ്ച്ചോറിലൊക്കെ ഉപ്പിടുന്നതിന്റെ ഒരു പ്രത്യേക ഒരു രീതി ഉണ്ട്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടൽ വെള്ളം പോലെ ആവണം എന്നാണ് നെയ്ച്ചോറിന്റെ വെള്ളത്തിനെ പറയാ. അതായത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന് കടൽ വെള്ളത്തിന്റെ അത്രയും ഉപ്പ് വേണമെന്ന് പറയാം. കടൽ വെള്ളത്തിൽ ഓറായി കഴിഞ്ഞാൽ വായിക്കാൻ പറ്റില്ലട്ടാ. ഇടാ, എന്നിട്ട് നമുക്ക് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഉപ്പ് കൂടുതലാണോ കുറവാണെന്ന് വെച്ചോ ടേസ്റ്റ് ചെയ്തോ. ഓക്കെ, കറക്റ്റ് ആണ്. ഇപ്പൊ ഏകദേശം കടൽ വെള്ളത്തിന്റെ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞാൽ നേരെ നമ്മള് മൂടി വയ്ക്കുക. അതിന് ശേഷം എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അരിയിടാൻ പരിപാടി. നമ്മളെ കറിവേപ്പില ഇടാൻ മറന്നുപോയി. അപ്പോ തിളച്ചോണ്ടിരിക്കണം. അപ്പൊ തന്നെ കറിവേപ്പില ഇട്ടു. 2 മിനിറ്റ് വരെ മൂടി വയ്ക്കുക, തിളക്കട്ടെ. അരി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വെരി ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ അത് തുറന്നു നോക്കണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്ന സാധനം. ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം ഓൺ അയച്ചിട്ട് അവിടെ അടുത്ത് പോകാൻ പാടില്ല. ഇതിനെ നോക്കിക്കണം. മാക്സിമം ഒരു 15 മിനിറ്റ് അത്ര വരുള്ളൂ. ലോ ഫ്ലെയിമിൽ ഇടാം. എന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഇളക്കി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ. നമ്മുടെ പരിപ്പറിക്കുള്ള പരിപ്പ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോ നമ്മൾ ഇനി അതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പൊ തേങ്ങാപ്പാൽ ഇവിടെ തേങ്ങ തരം നമ്മൾ തേങ്ങ മറ്റേ കോക്കനട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത്. കോക്കനട്ട് പൗഡർ ആദ്യം ഒരു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അതില് ചേർക്കേണ്ടത്. അപ്പൊ ശരിക്കൊരു തേങ്ങാപ്പാലിന്റെ ഒരു ഫീൽ കിട്ടും. ഓക്കെ. അപ്പൊ കുറച്ച് കോക്കനട്ട് പൗഡർ എടുത്തു, അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റന്റ് തേങ്ങാപ്പാൽ റെഡി. കണ്ടോ? നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിപ്പോ കുറച്ച് കട്ടി കുറവുള്ള മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞത് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല സ്മൂത്ത് ആയിട്ട് ശരിക്കും സാധനം കിട്ടും. കുഴപ്പമില്ലാത്ത രീതി കിട്ടിയ കുറച്ചുകൂടി എനിക്ക് തിക്നെസ് വേണം. അപ്പൊ കുറച്ചും കൂടി പൊടി ചേർക്കുക. മതി, ഓവറാക്കണ്ട. പതുക്കെ ഇളക്കി മിക്സ് ചെയ്ത് നമ്മള് തേങ്ങയുടെ 1-ാം പാല് 2-ാം പാലൊക്കെ പോലത്തെ ഒരു പാല് റെഡി കിട്ടിയിട്ടുണ്ട്. ഇതെന്നെ സംഭവം. ഇത് കട്ടിയാവണില്ല. അപ്പൊ കുറച്ചും കൂടി ഇട്ട് വെക്കണം. എന്താ സംഭവം അറിയില്ല കട്ടിയാവത്ത്. അപ്പോ നമ്മുടെ തേങ്ങാപ്പാല് ഏകദേശം റെഡി ആയിരിക്കാണ്. പരിപ്പിലെ വെള്ളം ഏകദേശം വറ്റി തുടങ്ങിയപ്പോഴേക്കും ഒഴിക്കണം. ആകെ കുറച്ച് പരിപ്പുള്ളൂ. അപ്പൊ നമ്മള് കുറച്ച് ഇതിലേക്ക് നമ്മള് ഇങ്ങനെ ഒഴിച്ചാണ്ട് കൊടുത്താൽ നമ്മുടെ പരിപ്പ് കറിയിലേക്കുള്ള പരിപാടി തെറ്റായി.
ഇത് ഈ പരിപ്പ് കറി ഒന്ന് കുറിക്ക് സെറ്റ് ആവുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടിയ മാതിരി ചെയ്ത് പരിപ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്ന് കുറിക്ക് സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കടുക് താളിച്ച് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. കറിവേപ്പില വെളിച്ചെണ്ണയില് കടുകിട പൊട്ടിക്കുക, എന്നിട്ട് ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ പരിപ്പ് കറി റെഡി. ഇപ്പുറത്ത് തന്നെ നമ്മൾ നെയ്ച്ചോറ് അടി പിടിക്കുന്നുണ്ട്. അയ്യോ ഇല്ല ഇല്ല കുഴപ്പമില്ല. അപ്പൊ നമ്മൾ നെയ്ച്ചോറ് എന്തായാലും നമുക്കിപ്പോ തുറന്ന് നോക്കാം. കണ്ടോ സാധനം സെറ്റ് ആയിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അടി പിടിക്കോ? വളരെ സ്ലോയിലാണ്, സിമ്മിലാണ് ഇട്ടിട്ടുള്ളത്. അധികം കുത്തി ഇളക്കാനൊന്നും പാടില്ല കേട്ടോ ചോറ്. ഇതിപ്പോ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഡ്രൈ ആക്കണില്ല, ഇത് മതിയാവും. ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം. എന്റെ നെയ്ച്ചോറ് റെഡിയായി. പിന്നെ തീ ഓഫ് ചെയ്യാം. അങ്ങനെ അങ്ങനെ തന്നെ ഒരു 15 മിനിറ്റ് ഇരുന്നോട്ടെ. ഓക്കെ. ഒപ്പം തന്നെ നമ്മള് പരിപ്പ് കറി, പരിപ്പ് ഒരു സുഖമില്ലാത്ത പരിപ്പട്ട, എത്ര കഴിച്ചിട്ട് വേവണില്ല, റെഡിയാവും. അപ്പൊ ഗായ്സ് നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഏകദേശം നെയ്ച്ചോറ് റെഡിയായി. പിന്നെ അതുപോലെ നമ്മളെ പരിപ്പ് കറിക്കുള്ള പരിപ്പ് സെറ്റായി. പിന്നെ ചിക്കൻ മാരിനേഷൻ കഴിഞ്ഞു. ചിക്കൻ ഫ്രൈ ചെയ്താൽ മാത്രം മതി. നമ്മളിനി അവസാനത്തെ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനം കടുക് പൊട്ടിക്കണം. അതായത് പരിപ്പ് കറിയിൽ നമുക്ക് കടുക് പൊട്ടിക്കുന്ന പരിപാടിയില്ലേ. അപ്പൊ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഈ പാൻ വെച്ച് ചൂടാക്കിയിട്ട്, ഓവർ ഫ്ലെയിം അല്ല, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുക. ഇരിക്കുന്നില്ലല്ലോ. ഓക്കെ. എന്നിട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ, ലുലുവിന്റെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണം. ഞാൻ എപ്പോഴും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. മന്തി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാറുള്ളൂ. ഇത്രയ്ക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ചൂടായി വരുമ്പോൾ ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് തീ കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് പെട്ടെന്ന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ അത് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. അതായത് ഒരു ചെറിയൊരു സ്പൂൺ മതിയാവും. ഓക്കെ. കടുക് പൊട്ടുന്ന സൗണ്ട് കിട്ടില്ലേ? കടുക് പൊട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു 5-6 കറിവേപ്പില ഇങ്ങനെ ഇടാം. ഓക്കെ. അപ്പൊ നമുക്ക് പരിപാടി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിന്റെ മൂടി മൊത്തം തീർന്നു. ഈ പൊട്ടിച്ചു വെച്ച സാധനം ഇതിൽ ഇങ്ങനെ ഒഴിക്കുന്നത്. അപ്പൊ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി. ഇതിപ്പോ ഇളക്കാൻ പാടില്ല കേട്ടോ. ഇപ്പൊ തന്നെ ഇളക്കാൻ പാടില്ല. എന്നിട്ട് ഇതേമാതിരി തന്നെ 5 മിനിറ്റ് വരെ മൂടി വയ്ക്കും. 5 മിനിറ്റ് വരെ നിങ്ങൾ എടുക്കുന്നവരെ മൂടി വെച്ചു. ഓക്കെ. അപ്പൊ നമ്മൾ പരിപ്പ് റെഡിയായി, നെയ്ച്ചോറ് റെഡിയായി. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം. ചിക്കൻ ഫ്രൈ ചെയ്യണത് ഞാൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ്. അത് ഇനി അടുത്ത കോക്കനട്ട് ഓയിലാണ് ഫ്രൈ ചെയ്യണത്. അപ്പൊ ഇനി അത് കുറച്ച് പെട്ടെന്ന് തന്നെ ആവും. ഒരു 7 മിനിറ്റ് ആണ് നോർമലി ചിക്കൻ. 7 to 8 മിനിറ്റ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനും. പിന്നെ എല്ലാം കൂടിയിട്ട് ഒരു 12 മിനിറ്റ് കൊണ്ട് എല്ലാ പരിപാടിയും കഴിയും. അപ്പൊ നമുക്ക് ഇനി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അടുത്ത പരിപാടി പിടിക്കാം. അപ്പൊ നമ്മള് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നു. പാൻ വെച്ചു. ഇനി പാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അത്രയൊന്നും വേണ്ടി വരില്ല എന്ന് തോന്നുന്നാലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, അതായത് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചൂടായതിനു ശേഷം നമുക്ക് അതിന് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്യാം. നമ്മുടെ ചിക്കൻ എങ്ങനെ നമുക്ക് ഓരോ പീസായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പണിപാളി പണിപാളോ ആണോ? ഇതാണ് പ്രശ്നം. നമ്മൾ തീ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലാവും. അപ്പൊ നമ്മൾ മാക്സിമം തീ കുറച്ചിട്ട് ഫ്രൈ ചെയ്യുക. ഓക്കെ. തീ വളരെ കുറച്ചിട്ട് ഫ്രൈ ചെയ്ത് പണിപാളി. അപ്പൊ നമ്മൾ ഇതിൽ എന്ത് മനസ്സിലാക്കാം? തീ കൂടുതൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാല് ചിക്കൻ അല്ല എന്ത് സാധനം നമ്മൾ അടിയിൽ പിടിക്കും. ഇപ്പം തീ കുറച്ച് കൂടുതലാണ്. എന്റെ സ്റ്റൗവിന് ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മള് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്താന്ന് വെച്ചാലേ, ഈ സ്റ്റവിൽ നിന്ന് ഇവിടേക്ക് മാറ്റി വെച്ചു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റവിന്റെ ഫ്ലെയിം വരുന്നത് ഡയറക്റ്റ് ഫ്ലെയിം വരുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പ്രെഡ് ആയിട്ട് വരണം. നമ്മള് ഇതൊക്കെ മീൻ ചെയ്യുന്നത് നമ്മള് സ്റ്റൗ മാറ്റാറായി എന്നതാണ് കാണിക്കുന്നത്. ഓക്കെ. നമ്മൾ ഓണാക്കിയിട്ടില്ല. ഓക്കെ. ഇപ്പൊ സെറ്റായി. ഇനി ഇങ്ങനെ ഒരു
പാളിയോന്നൊരു സംശയമുണ്ട്, പക്ഷെ ഇതൊന്നും പാളാൻ ചാൻസ് ഇല്ല. ഓക്കെ. ഇതിനി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 7 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ഫ്രൈ ആവട്ടെ. ഓക്കെ, എന്നിട്ട് മറിച്ചിട്ട് ഫ്രൈ ചെയ്യാം ഒരു 7 മിനിറ്റ് കൂടി. എന്നിട്ട് നമുക്ക് സാധനം സെറ്റായിട്ടുണ്ടാവും കഴിയും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫസ്റ്റ് കേസ്, നമുക്ക് ഒരിക്കലും ഓവർ ഹീറ്റ് സ്റ്റവിൽ ഓൺ ആക്കിയിട്ട് ഒരു സാധനം ഫ്രൈ ചെയ്യാൻ പാടില്ല. പിന്നെ ഇതിൽ കുറച്ച് ഓയിൽ കുറച്ച് കൂടുതലുണ്ട്. നമ്മൾ എപ്പോഴും കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി. ഇതിപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറേ വാരി ഒഴിച്ചുകൊണ്ട് കുറച്ച് കൂടുതലായി. ഇങ്ങനെ ഒന്ന് ഫ്രൈ ആവട്ടെ, അതിനുശേഷം നമുക്ക് സെറ്റാക്കുന്ന കാര്യങ്ങൾ. അതിവിദഗ്ധമായി ഞാൻ എന്റെ ചിക്കൻ പീസുകളൊക്കെ ഏകദേശം കരിഞ്ഞ രൂപത്തിലാക്കിയിട്ടുണ്ട്. കരിഞ്ഞിട്ടൊന്നുമില്ല, ആ മേൽഭാഗത്ത് മസാല ചെറുതായിട്ട് കരിഞ്ഞിട്ട് ഞാൻ മറിച്ചിട്ടു. വലിയ പീസായതായിരുന്നു, നമുക്ക് വേവാൻ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു 5 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ച് കഴിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ വെന്തിട്ടില്ലെങ്കിലേ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അധികം കരിഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്, പെട്ടെന്ന് ഡ്രൈ ആയി. നമ്മുടെ തീ കൂടുതലായതുകൊണ്ട് അതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇത് ഞാൻ മറിച്ചിട്ടു, ഇനി കുറച്ചു നേരം ഒന്ന് മൂടി വെക്കുക. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഡ്രൈ ആയി പോയി. ഡ്രൈ ഫ്രൈ ആണ് നമ്മൾ ഉദ്ദേശിച്ചത്, പക്ഷേ ഇത് കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തീ കൂട്ടിയിട്ടത്, അത് പണി പാടി. അത് കുഴപ്പമില്ല, സാധനം സെറ്റ് ആയിട്ടുണ്ട്, നല്ല വെൽ കുക്കഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ബോളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം, ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മുടെ എല്ലാവിധ പരിപാടികളും കഴിഞ്ഞു. നെയ്ച്ചോറ് റെഡിയായി, പരിപ്പ് കറി റെഡിയായി, നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി. അപ്പൊ ഇനി നമുക്കിനി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇനി സെർവ് ചെയ്യാം, കഴിക്കാം. വേർപ്പ് അത്രയും ചൂടാണ് ഇവിടെ, നമ്മളെ AC ഇട്ടിട്ടും വേർപ്പാണ്, ഭയങ്കര വേർപ്പാ. ഹ്യൂമിഡിറ്റി എന്തെനിക്ക് തോന്നുന്നു 50 ഡിഗ്രി ചൂടാ ഇവിടെ സൗദി അറേബ്യയില്. എളുപ്പമല്ല, ടയർഡായി. ഇനി ഫ്രഷ് ആവണം, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫുഡ് കഴിക്കാം. സമയം 3:45 വൈകിട്ട് 3:45. നമ്മൾ 1:30 തുടങ്ങിയ പരിപാടിയാണ്. ഇത്ര സമയത്തിന്റെ ഇടയിൽ നമ്മൾ ഈ 2 കറിയും ഒരു ഫ്രൈയും ഒരു നെയ്ച്ചോറും ഉണ്ടാക്കി. ഇനിയിപ്പോ അതൊക്കെ കഴിഞ്ഞുള്ള പരിപാടിയാണ്. ഹായ് ഗൈസ്, അപ്പൊ നമ്മളെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് പോയി, കുളിയൊക്കെ കഴിഞ്ഞു. നല്ല എന്താ പറയാ, നല്ലൊരു പ്ലസന്റ് മൈൻഡിൽ വന്നിരിക്കുകയാണ് നല്ല ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിങ്ങിൽ. അപ്പൊ ഇത് നല്ല ഫുഡായിരിക്കും എന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് പരിപ്പ് കറി, കുറച്ച് ചിക്കൻ്റെ പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറച്ച് പരിപ്പ് കറി എടുക്കുക, ഒരു ചിക്കൻ്റെ ഒരു പീസ് എടുക്കുക. ചിക്കനൊക്കെ ഒരുവിധം കുഴപ്പമില്ല, ഒരു ചെറിയൊരു ഹാർഡ് എന്നാലും കുഴപ്പമില്ല, വെന്തിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് കുഴച്ചിട്ട് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മളെ ഈ പരിപ്പ് കറി ഉണ്ടല്ലോ, പുളി സാധനം കേട്ടോ. നെയ്ച്ചോറോ അല്ലെങ്കിലും പുളി, പരിപ്പ് കറിയിൽ തേങ്ങ പോലെ വെച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ. എന്റെ സാറേ, പെട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളെ ഈ ചിക്കൻ ഫ്രൈയിൽ കുറച്ച് കൂടിപ്പോയി. അത് നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. കഴിച്ചോക്കട്ടെ നീണ്ടത്. നെയ്ച്ചോറിങ്ങനെ അലിഞ്ഞു പോണു. പറയുമ്പോ വയലുകളൊന്നും വരും. നിങ്ങളെല്ലാരും ഒന്ന് ട്രൈ ചെയ്തോ വീട്ടിൽ പോയിട്ട്. പറ്റുന്നവർക്കൊന്നും ഉണ്ടാക്കി, സിമ്പിൾ പരിപാടിയാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ ഫ്രൈ, നെയ്ച്ചോറ്, പരിപ്പൊക്കെ കൂടിയിട്ട് ഒരു മണിക്കൂറിൽ എല്ലാ പരിപാടിയും കഴിയും. ഓക്കെ, ഇത് ഞാൻ വീഡിയോ എടുക്കലും എല്ലാം കൂടി കുറച്ച് ഡിലേ ആയി. പരിപ്പ് കറിയുടെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ തേങ്ങാപ്പാലിന്റെ പേര് നമ്മൾ നോർമലി പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. അതായത് കോക്കനട്ട് പൗഡറിന്റെ വേറൊരു കൺസിസ്റ്റൻസി വരുന്നുണ്ട്. സംഭവം അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. എനിക്ക് ഇങ്ങനത്തെ ഫുഡ് കഴിക്കാൻ ഇഷ്ടം. സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഞാനൊരു ഫുഡൊക്കെ ഉണ്ടാക്കണം, എനിക്ക് എല്ലാ ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. മീൻസ് ചൈനീസ് കുസീൻസ് ഒന്നും അറിയില്ല, കേരള ഫുഡ്, നമ്മളെ ആൾക്കാർ സാധാരണ ആൾക്കാർ കഴിക്കുന്ന ഫുഡ് ഞാൻ ആ ഒരു ഫുഡ് മാത്രം ഉണ്ടാക്കി നോക്കാത്തുള്ളൂ. അത് നമ്മുടെ ഇതില്ലേ ഫ്രൈഡ് റൈസ് ഇല്ലേ, ഫ്രൈഡ് റൈസ് ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മളെ ചാനലിൽ തന്നെ ഇടാം സാധനം, അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത് ഈ നെയ്ച്ചോറ്, ബിരിയാണി, മന്തി, ഇതൊക്കെ നമ്മൾ ഏത് പാതിലേക്ക് വിളിച്ചാലും നമ്മൾ ഉണ്ടായി തരും. സിമ്പിൾ പരിപാടി ഇതൊക്കെ. നമ്മൾ പിന്നെ ഈ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു ജോലിയായിട്ട് നമ്മൾ ആരും കാണരുത്. അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. നമുക്ക്
ഇതൊരു ഭാരമുള്ള കാര്യമല്ല, ഇത് ആർക്കും ചെയ്യാം. പ്രത്യേകിച്ച് ബോയ്സിന്, ആണെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. ഇത് ലേഡീസിന് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും വേണ്ട, എല്ലാവർക്കും ചെയ്യാം. ഇത് നമ്മളൊക്കെ ആണുങ്ങളൊക്കെ സാധനം ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മുമ്പിൽ ഷൈൻ ചെയ്യാൻ പറ്റും. ഈ കുക്കിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോയാലും നമുക്ക് ഷൈൻ ചെയ്യാം, ആരും മുമ്പിൽ ഷൈൻ ചെയ്യാം. പിന്നെ ഏത് പ്രതിസന്ധിയിലും നമുക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പൊ എന്നെ കണ്ടില്ലേ, എന്റെ ഫാമിലി നാട്ടിലാണ്, ഞാനിവിടെ എങ്ങനെയും സർവൈവ് ചെയ്യും. എനിക്കിപ്പോ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കും. ഞാൻ 2015 സൗദിയിൽ വന്ന ആളാണ്. അന്ന് മുതലേ ഉള്ള കുക്കിംഗ് കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഈ മേഖലയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത് കേട്ടോ. കുക്കിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ കണ്ടു, ഞാൻ എന്റെ യൂട്യൂബിലാണെങ്കിൽ ഇതിലുള്ള വീഡിയോസ് ഏറ്റവും കൂടുതലുള്ള കുക്കിംഗ് വീഡിയോസ് ആയിരിക്കും. അപ്പൊ പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും, ഞാൻ ഡിലേ ആക്കണില്ല, അല്ലെങ്കിൽ ലാഗാന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റേ ഇതൊക്കെ ചെയ്യുക. അപ്പൊ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് മാക്സിമം എൻജോയ് ചെയ്ത് കഴിക്കുക. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ ബൈ ബൈ.